യെസ് മാഷേ, ഒരൊറ്റ ദിവസം കൊണ്ട് PV അൻവറിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി തീർന്നിരിക്കുകയാണ് പിണറായി വിജയനും തിരിച്ചും. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരിഞ്ഞു പോയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സൂര്യ തേജസ് മുഴുവൻ കരിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ പിണറായിക്കെതിരെ ഇത്രയും വലിയ ശക്തമായിട്ടുള്ള വിമർശനം ആരും നടത്തിയിട്ടില്ല. അപ്പോൾ അൻവറിനെതിരെ കടുത്ത രീതിയിലുള്ള നടപടികൾക്ക് CPM സ്വാഭാവികമായിട്ടും ഒരുങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ CPMൻ്റെ അകത്തു നിന്ന് തന്നെ വലിയ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ വന്നു. അൻവർ വലതുപക്ഷ ആളുകളുടെ കയ്യിലെ പാവയായി തീർന്നിരിക്കുന്നു, ഉത്തരം താങ്ങുന്ന പല്ലിയാണ് അൻവർ എന്നാണ് അദ്ദേഹം കരുതുന്നത് എന്നൊക്കെയാണ് പ്രതികരണങ്ങൾ വലിയ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പം മാഷിന് എന്ത് തോന്നുന്നു? അൻവർ ഒരു ഒറ്റ ദിവസം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊള്ളക്കം ഉണ്ടാക്കി എന്നത് ശരിയാണ്. പക്ഷേ ഇത് സംഭവിക്കാൻ വൈകി എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഇതെന്നോ സംഭവിക്കേണ്ടതാണ്. കാരണം അൻവറിൻ്റെ താല്പര്യങ്ങളും CPM അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച താല്പര്യങ്ങളും വിരുദ്ധങ്ങളാണ്. അത് ഏത് സമയത്തും ഏറ്റുമുട്ടും അത്. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവറിനെതിരായിട്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ CPM അല്ല, ഫ്ലെക്സ് മാത്രമല്ല, വലിയ പ്രകടനം തീരുമാനിച്ചിരിക്കുന്നു CPM. അപ്പോൾ അൻവറിനെതിരെ വിളിക്കാവുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും ഇന്ന് CPM വിളിച്ചു തുടങ്ങും. ഒരു പക്ഷേ അൻവർ കോൺഗ്രസ് ആയിരുന്ന കാലത്ത് വിളിക്കാത്ത വിധം, അൻവർ ഇന്നലെ വരെ അവരുടെ സഹയാത്രികനായി കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരുന്ന മുദ്രാവാക്യങ്ങളുടെയൊക്കെ മറുപുറം CPMൻ്റെ വായിലുള്ള എല്ലാ തെറികളും ഇന്ന് ഇടവണ്ണയിൽ കേൾക്കാൻ പറ്റും. ഒന്ന്. രണ്ട്, പിണറായി വിജയൻ അൻവറിനെ തള്ളിപ്പറയുന്നത് വരെ അടക്കിപ്പിടിച്ചൊരു മൗനം CPMനകത്തുണ്ടായിരുന്നു. അതെ. എന്ന് വെച്ചാൽ അൻവർ പറയുന്നതിൽ ശരിയുണ്ടല്ലോ എന്നൊരു തോന്നൽ CPM അണികളിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അത് പറയാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. ചിലരൊക്കെ അടക്കിപ്പിടിച്ച് പറഞ്ഞു, ചില സ്വതന്ത്രർ എന്ന വ്യാജേന ചിലർ പറഞ്ഞു, ചിലർക്ക് സ്വകാര്യമായി അൻവറിന് ആവേശവും ഊർജവും കൊടുത്തു. അങ്ങനെയാണ് പിണറായി വന്ന് പറയേണ്ടി വന്നു. ഒടുവിൽ പിണറായിയെ രക്ഷിക്കാൻ പിണറായി തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഇതൊരു നിഴൽ യുദ്ധമാണല്ലോ. ഇപ്പോൾ P. ശശിയെ വിമർശിക്കുക എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വിമർശിക്കുക, മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ രണ്ട് സുപ്രധാന ഉദ്യോഗസ്ഥരെ, രണ്ട് മൂന്ന് പേരെ, ADGP അജിത് കുമാർ തൊട്ട് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിമർശിക്കുക, ആ പോലീസിനെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആത്യന്തികമായി അത് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള വെടിയായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങേണ്ട അവസ്ഥയുണ്ടായി. അതുവരെ പാർട്ടിയിൽ ഒരാൾ പോലും അൻവറിനെതിരായി രംഗത്ത് വന്നില്ല. പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞാൽ പരിശോധിക്കും, അൻവർ പറഞ്ഞത് ശരിയുണ്ടാവാം എന്നൊക്കെയുള്ള മട്ടിലാണ്. എന്ന് പറഞ്ഞാൽ അൻവറിന് പരോക്ഷമായ പിന്തുണ കൊടുത്തുകൊണ്ടാണ് എല്ലാവരും ഇരുന്നത്. മുഖ്യമന്ത്രി രംഗത്ത് വന്നപ്പോൾ രണ്ട് കാര്യം ഉറപ്പായി. നമ്മൾ വിചാരിച്ചത് CPMനകത്ത് എന്തോ വലിയ കലാപം നടക്കുന്നു, ആളുകൾ അടക്കി പിടിച്ച രോഷം എപ്പോഴെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കുന്ന, ഒന്നും പൊട്ടാനില്ല എന്ന് മനസ്സിലായി. പിണറായി വിജയൻ പരസ്യമായി രംഗത്ത് വന്ന് ഞാൻ താൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടി പിന്നെ എല്ലാവരും അൻവറിനെതിരായി. പിന്നെ അൻവറിനെതിരായി പരോക്ഷമായ വാക്കുകളില്ല, സ്വതന്ത്രന്മാരില്ല, ആരുമില്ലല്ലോ. അപ്പോൾ അതുണ്ടാക്കിയ ഒരു വെളിച്ചം, അതുണ്ടാക്കിയ ഒരു പ്രകടനം ഈ CPM എന്ന് പറയുന്നൊരു സാധനം നമ്മൾ വെറുതെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. CPM എന്ന സംഘടനാ സംവിധാനം നിലവിലുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ ആളുകൾ സംശയിക്കുന്നുണ്ട്. പിണറായി വിജയൻ തന്നെയാണ് എല്ലാം. ഒരു ഓട്ടോക്രാറ്റായിട്ട് പിണറായി മാറുകയും പിണറായിയുടെ തീരുമാനത്തിന് അപ്പുറത്തൊരു പാർട്ടിയില്ല എന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് മിണ്ടിക്കൂടെ? അതിൽ ശരിയും തെറ്റുണ്ടല്ലോ. പാർട്ടിയുടെ MLA ചില പ്രസ്താവനകൾ നടത്തുന്നു, അതിൻ്റെ ശരികേടും തെറ്റും, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അൻവർ ഈ രീതിയിൽ പൊതുപ്രസ്താവനകൾ നടത്തുന്നത് തെറ്റാണെന്നെങ്കിലും പറയണ്ടേ. അപ്പോൾ പറഞ്ഞു അദ്ദേഹം പാർട്ടിയല്ല, അദ്ദേഹം സ്വതന്ത്രനാണ്, പാർട്ടി അംഗത്വമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പാർലമെന്ററി പാർട്ടി മെമ്പറാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? CPMന്റെ കോട്ടയിൽ ജയിച്ചു കയറിയ MLA അല്ലേ? ആർക്കാ അതൊക്കെ അറിയാത്തത്? സ്വതന്ത്രനാണ് എന്ന് വെച്ചിട്ട് പാർട്ടിക്കെതിരെ സംസാരിക്കാൻ പറ്റുമോ? ഏത് ഇടതുപക്ഷത്തെക്കുറിച്ചാണ് അത്? ഗോവിന്ദ മാഷിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ അൻവർ പറഞ്ഞോട്ടെ. ഗോവിന്ദ മാഷ കണ്ട് കയറൂരി വിടുകയായിരുന്നു, ശരിക്കും കയറൂരി വിടുകയായിരുന്നു. അത് കയറൂരി വിടുകയായിരുന്നു. അൻവറിനെ പോരിനിറക്കിയിട്ട് ഇവരുടെയൊക്കെ ഉള്ളിൽ അടക്കിപ്പിടിച്ച രോഷം പറഞ്ഞു തീർക്കാം എന്നാണ് അവർ കരുതിയത്. അത് സംഭവിച്ചു. പക്ഷേ ആ കാര്യം നേടിക്കഴിഞ്ഞപ്പോൾ അൻവറിനെ ഇവരെല്ലാവരും ചേർന്ന് വലിച്ചെറിഞ്ഞു. 3 വട്ടം തള്ളി പറഞ്ഞല്ലോ. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വ്യാപകമായി അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് ഒരു മറുവശമുണ്ട്.
ഇത്രയും അതിൻ്റെ അൻവർ ഉണ്ടാക്കിയ കോളിളക്കത്തിൻ്റെ ഭാഗമാണ്. അൻവർ പറഞ്ഞ കാര്യങ്ങളുടെ ശരിതെറ്റുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ പരിശോധിക്കാം. പക്ഷേ പ്രശ്നം എപ്പോഴാണ് അൻവർ ഒരു വിപ്ലവകാരിയായി അല്ലെങ്കിൽ ഇതിനകത്തൊരു തിരുത്തൽവാദിയായി ഒരു വലിയ ഒരു തിരുത്തൽ ശക്തിയായി സി പി എമ്മിനെ തിരുത്താൻ സി പി എമ്മിന് പുറത്ത് നിന്ന് സി പി എമ്മിൻ്റെ സഹയാത്രികനായി നിന്നുകൊണ്ട് ഇത്രയും കാലം നടന്നു വന്ന ഒരാൾ എപ്പോഴാണ് സി പി എമ്മിനെ തിരുത്താൻ തീരുമാനിക്കുന്നത്? അൻവറിൻ്റെ പിണറായി വിജയൻ വന്ന് പത്രസമ്മേളനം നടത്തി അൻവറിനെതിരെ ആരോപണങ്ങൾ നടത്തിയപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അല്ല, അതിനു മുമ്പ് അൻവർ തുടങ്ങി. അൻവറാണല്ലോ ആദ്യം തുടങ്ങിയത്. പക്ഷേ അത് എന്താണ് അതിൻ്റെ ചേതോവികാരം എന്താണ്? സി പി എമ്മിനെ നന്നാക്കിയെടുക്കാനാണോ? സി പി എമ്മിനെ നന്നാക്കിയെടുക്കാനുള്ള ഒരു ധാർമ്മിക ബോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴോ ജ്വലിച്ചു തുടങ്ങിയതുകൊണ്ടാണോ? അല്ല. അങ്ങനെ വരുമ്പോൾ വേറെ ചിലത് നമുക്ക് കാണേണ്ടി വരും. ഈ നിക്ഷിപ്ത താല്പര്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടാവുക. നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു സംശുദ്ധമായ രാഷ്ട്രീയ താല്പര്യമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ പാർട്ടി രീതിശാസ്ത്രം സ്വീകരിക്കും. പാർട്ടി രീതിയിലേ പോവുള്ളൂ. പറയേണ്ടടുത്ത് പറയും, പറഞ്ഞതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ പോവുക. അൻവറിൻ്റെ താല്പര്യങ്ങൾ എന്തായിരുന്നു എന്നതുകൂടി ഇതോടുകൂടി വെളിവാകും. സി പി എമ്മിന് ഇപ്പം അൻവറിൻ്റെ താല്പര്യങ്ങൾ എന്താണ്? അൻവർ ഈ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ സംസാരിച്ചതൊന്നും രാഷ്ട്രീയമല്ലല്ലോ. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കള്ളക്കടത്തിനെ കുറിച്ചാണ്. കോഴിക്കോട് വിമാനത്താവളത്തിൽ, കോഴിക്കോട് മാത്രമല്ല മുംബൈ തൊട്ട് ലോകത്തിൽ എവിടെയൊക്കെ വിമാനത്താവളം ഉണ്ടായിട്ടുണ്ടോ മിക്കവാറും ഇന്ത്യൻ വിമാനത്താവളങ്ങളിലൊക്കെ ഈ സ്വർണ്ണക്കടത്തുണ്ട്. കോഴിക്കോട് വിമാനത്താവളത്തിനകത്ത് അടുത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. ആ വിമാനത്താവളം ഉണ്ടായ കാലം തൊട്ടേ സ്വർണ്ണക്കടത്തുണ്ട്. ഇത്ര പിടിച്ചു എന്ന് വാർത്ത കേൾക്കാം, പിന്നെ ഏത് വഴിക്ക് പോയി എന്ന് ആരും അറിയാറില്ല. അത് ആരൊക്കെയാണ് ഒതുക്കി തീർക്കുന്നത്? അതിൽ പോലീസ് ഉണ്ടാവാം, കസ്റ്റംസ് ഉണ്ടാകാം, ഒക്കെ ഉണ്ടാവാം. അതൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അൻവറിന് എന്താണ് ഇതിൽ ഇത്രയേറെ താല്പര്യം? മാത്രമല്ല അൻവർ ഇന്നലെ ഹാജരാക്കിയ വീഡിയോ ഒക്കെ കണ്ടില്ലേ? ഒക്കെ ഈ കാരിയേഴ്സാണ്, ക്രിമിനൽ, ഈ പറഞ്ഞ രാജ്യവിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് വലിയ ബന്ധമാണ്. കാരിയേഴ്സ് ആവാം, കടത്തുകാരാവാം. അവർ നേരിടുന്ന ക്രിമിനൽസിൻ്റെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇന്നലെ ഏറെ നേരം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ആർക്ക് വേണ്ടിയാണ്? അദ്ദേഹത്തിന് ഇവരൊക്കെ ആയിട്ട് അവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നു അത്രേ. ഇവരുടെയൊക്കെ വീട്ടിൽ പോയി ഞാൻ കാണാറുണ്ട്. ആരോടാണ് ഇദ്ദേഹത്തിന് ബന്ധം? അപ്പോൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ അൻവറിൻ്റെ താല്പര്യങ്ങൾ ഇതൊന്നും അറിയാതെയാണോ സി പി എം പോലൊരു പാർട്ടി അൻവറിനെ അവരുടെ MLA ആക്കുന്നത്? അല്ലല്ലോ. ആ സീറ്റ് കൊടുത്തതിൻ്റെ വഴി, അൻവർ എത്തിച്ചേർന്ന വഴി അറിയുമെന്നറിയില്ല. അൻവർ ആദ്യം സ്വന്തം നാട് ഉൾക്കൊള്ളുന്ന, അപ്പോൾ ഈ എടവണ്ണ പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഏറനാട് മണ്ഡലം CPIയുടെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ സമർത്ഥമായി CPIക്കാരോട് സീറ്റ് ചോദിച്ചു. അന്ന് CK ചന്ദ്രൻ CK ചന്ദ്രപ്പൻ അന്ന് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ CPIയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് M റഹമത്തുള്ളയെ സ്വാധീനിച്ച്, ഏത് വഴിക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആരോപണങ്ങളുണ്ടായിരുന്നു. റഹമത്തുള്ളയെ സ്വാധീനിച്ചിട്ട് ഏറനാട് സീറ്റ് വാങ്ങാൻ ശ്രമിച്ചു. അപ്പോൾ അത് CK ചന്ദ്രപ്പൻ എന്ന സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം തടഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം വിട്ടില്ല. ഈ ഒരു ഫ്യൂഡൽ അംശം ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം വിട്ടില്ല. എന്നാൽ ഞാൻ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് നിൽക്കും. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അവിടെ CPIയുടെ കാൻഡിഡേറ്റ് ഉണ്ട്. അപ്പോൾ എന്നിട്ടും സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. എന്നിട്ട് അദ്ദേഹം നല്ല വോട്ട് പിടിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ? CPIയിലെ 2000 ചില്ലറ വോട്ടുകൾ ഒഴിച്ച്, CPIക്കാരുടെ മാത്രം വോട്ടുകൾ ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവനും അൻവറിന് വോട്ട്. അപ്പോൾ വലിയ തോതിൽ വോട്ട് പിടിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം പാർലമെൻ്ററി പൊളിറ്റിക്സിലേക്കുള്ള. പിന്നെ ഇതേ പണി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്, ജയിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം CPMനെ നേർക്കുനേരെ സമീപിച്ച് ഈ നിലമ്പൂർ സീറ്റ് വാങ്ങുന്നത്. ഇതൊക്കെയാണ് ഈ അൻവറിന് സീറ്റ് കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള മാനദണ്ഡം എന്താണ്? അൻവറിന് അതിനു മുമ്പ് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കോൺഗ്രസ്സിലൊരു 4ാം ഗ്രൂപ്പ് ഉണ്ടായല്ലോ, വയലാർ, ഓർമ്മയുണ്ടോയെന്നറിയാം, വയലാർ രവിയും K സുധാകരനും ചേർന്ന് 4ാം ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ മലപ്പുറത്തെ വക്താവായിരുന്നു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് K കരുണാകരൻ്റെയും മുരളീധരൻ്റെയും സ്വന്തം ആളായി മാറി. ഇപ്പോൾ DIC ഉണ്ടാക്കി. അവർ കോൺഗ്രസ് നിന്ന് പുറത്തു പോയപ്പോൾ ഇദ്ദേഹവും പോയി. പക്ഷേ പിന്നീട് അവർ കരുണാകരൻ, മുരളിയൊക്കെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചുപോയി. DIC പിരിച്ചുവിട്ട് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോയപ്പോൾ അൻവർ പോയില്ല. അപ്പോൾ പിന്നെ അടുത്ത തട്ടകം തേടി. അങ്ങനെയാണ് ഈ ഇടതുപക്ഷത്ത് എത്തിച്ചേരുന്ന സാരി. ഈ ഇടതുപക്ഷം അൻവറിനെ സ്വീകരിക്കുന്ന ഈ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും വെച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയോ കുടുംബത്തിൻ്റെയോ ഒന്നും രാഷ്ട്രീയ പാരമ്പര്യം വെച്ചല്ല. പിതാവ് AICC മെമ്പറൊക്കെ ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ സംഘടനാ കോൺഗ്രസ് ഉണ്ടാക്കി, കോൺഗ്രസിൽ നിന്നും പോയി, അങ്ങനെ ഒരാളാണ്. പക്ഷേ അൻവറിൻ്റെ പണമായിരുന്നല്ലോ മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ അൻവറിൻ്റെ പണത്തിൻ്റെ രീതി എന്താണ്, സോഴ്സ് എന്താണ്, ഇതിവർ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ CPMന് ഇപ്പോൾ കിട്ടേണ്ടത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ, ഇത് അൻവർ മാത്രമല്ല,
ഒരുപാട് പേര് അറിയാൻ പോകുന്നു. അൻവറിനോടൊപ്പം ഇന്നിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി വന്നിട്ടുണ്ട്. CPI ഇതുപോലെ ബിസിനസ്സുകാരനായ ഒരാൾക്ക്, പക്ഷേ അദ്ദേഹം ഒരു ഷെയ്ഡി ഇമേജുള്ള ഒരാളല്ല, നിയാസ് പുളിക്കലകത്ത് എന്ന് പറയും. അദ്ദേഹം ഇതേമാതിരി അൻവറിൻ്റെ പേരിൽ ഉണ്ടായതുപോലുള്ള കേസുകളോ ആ തരത്തിലുള്ള വരുമാനത്തിൻ്റെ സ്രോതസ്സോ ഒന്നുമുള്ള ഒരാളല്ല. പക്ഷേ അദ്ദേഹവും ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക പിൻവലിച്ചു, അത് പിന്നീട് പാർട്ടി നിർബന്ധിച്ച് പിൻവലിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ഇത്തരത്തിൽ മൂലധനത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി, മൂലധനം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് അവരുടെ കയ്യിൽ കാശുണ്ട്, അത് നേരായ കാശാണെങ്കിൽ പോലും ആ കാശ് പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താം, അത് കണക്കിൽപ്പെടുത്തിയും പെടുത്താതെ ഉപയോഗപ്പെടുത്താം എന്നൊരു താല്പര്യമാണ് പുതിയ രാഷ്ട്രീയത്തിൽ. അങ്ങനെ വന്നത് ആദ്യം മലപ്പുറത്ത് CPM-ലേക്ക് വന്നത് മഞ്ഞളാംകുഴി അലിയാണ്. അദ്ദേഹത്തിൻ്റെ കാശ് ന്യായമായി കച്ചവടം ചെയ്തുണ്ടാക്കുന്ന കാശാണ്. ആ കാശ് പൊതുജനങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ പ്രയോജനപ്പെടുന്നുണ്ട്. അത് വോട്ടാക്കി മാറ്റാം, പ്ലസ് ആ കാശിൽ നല്ലൊരു പങ്ക് പാർട്ടിക്ക് സംഭാവനയായിട്ടും സ്വീകരിക്കാം. ഇതായിരുന്നു അതിൻ്റെ പോസിറ്റീവായ ന്യായം. ആ മഞ്ഞളാംകുഴി അലി അവിടുന്ന് 2 തവണ MLA ആയി. 3ാമത്തെ തവണയായപ്പോഴേക്ക് CPM-നകത്ത് താല്പര്യങ്ങൾ ഈ അലിയെ ഇങ്ങനെ വളരാൻ വിട്ടാൽ മന്ത്രിസ്ഥാനം പോലും കൊടുക്കേണ്ടി വരും. അൻവർ ഇനി പാർട്ടിയിൽ തന്നെ തുടരുമോ, സഖാവായി തന്നെ തുടരുമോ, പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. അൻവർ ഒരു പാർട്ടി ഉണ്ടാക്കാനുള്ള യാതൊരു കോപ്പും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. ഒരു പാർട്ടി ഉണ്ടാക്കാൻ ഈ പറഞ്ഞ ഗുണ്ടായിസം പോരല്ലോ, വെറും. പക്ഷേ മാഷെ, നമ്മൾ അദ്ദേഹത്തിന്റെ പിന്തുണ, അദ്ദേഹത്തിന് ഫേസ്ബുക്കിലും അതുപോലുള്ള മറ്റ് സമൂഹ മാധ്യമങ്ങളിലും നിരവധി സഖാക്കളുടെ മാതൃക ഈ അൻവറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ അവസാനിച്ചില്ലേ, നിലച്ചില്ലേ, ഇന്നലത്തോടു കൂടി തീർന്നില്ലേ? ഇന്നലെ വരെ ഈ രംഭങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് പാർട്ടിക്കകത്ത് ആത്യന്തികമായി ഒരു കലാപം നടക്കും. അൻവറിൻ്റെ വാക്കുകളെ ഏറ്റെടുത്തിട്ട് അകത്ത് പോരാടാൻ ഒരു പൂച്ചക്കുട്ടിയും ഇല്ല എന്ന് മനസ്സിലായില്ലേ ഇന്നലത്തോടു കൂടി? ഒറ്റ എണ്ണം ഉണ്ടോ? ഉണ്ടാവാൻ 2 കാരണം കൊണ്ട് സാധ്യതയില്ല. ഒന്ന്, അൻവറിനെ കുട്ടിക്കുരങ്ങൻ കളിപ്പിച്ചിട്ട് ഇവരുടെ മനസ്സിലുള്ള രോഷം പിണറായിക്കെതിരെയുള്ളത് ആരെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ എന്ന് മാത്രമേ അവർ വിചാരിക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് ഒരു കലാപത്തിന് നേതൃത്വം നൽകാനുള്ള യാതൊരു തരത്തിലുള്ള അടിസ്ഥാന യോഗ്യതയും അൻവറിൻ്റെ കയ്യിലില്ല, കപ്പാസിറ്റി ഇല്ല എന്നവർക്കറിയാം. മാത്രമല്ല അൻവറിൻ്റെ ഒരു ഇമേജ് എന്താണ് എന്ന് പാർട്ടിക്കകത്തും പുറത്തുള്ളവർക്കും നന്നായിട്ട് അറിയാം. ആരും അൻവറിൻ്റെ കൂടെ ഇല്ല. അതുകൊണ്ട് അൻവർ പാർട്ടി ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല, ഇപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പുറത്ത് 2 സാധ്യതയുള്ളത്, കോൺഗ്രസിനോട് അദ്ദേഹം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ നെഹ്റു കുടുംബവുമായുള്ള അദ്ദേഹത്തിൻ്റെ വൈകാരികമായ ബന്ധം, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം വളരെ മോശം സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാളാണ്. മോശം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാക്കിൻ തുമ്പത്ത് ഇത്തരം ഭാഷയെ വരുള്ളൂ. കണ്ടില്ലേ ഇപ്പോൾ നമ്മളെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനെതിരെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ വൊക്കാബുലറിയിൽ ഉള്ളതല്ലേ അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ. അതാണ് കാര്യം. അപ്പോൾ ഇപ്പോൾ ഇന്നലെ അദ്ദേഹം രാഹുൽ ഗാന്ധി പറയാൻ യാതൊരു മടിയുമില്ല, ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തിനാണ് മടിക്കുന്നത്? അവനവന് മറ്റൊരു ലോകത്തെക്കുറിച്ച് ബോധ്യമില്ല. അവനവൻ്റെ ലോകത്തുള്ള ഭാഷ എന്താണോ അതിനപ്പുറത്ത് നല്ല മലയാളം എന്താണ്, സംസ്കാര സമ്പന്നമായൊരു ഭാഷ എന്താണ്, അതൊന്നും അറിയാത്ത ഒരാൾക്ക് ഈ വഴിവിട്ടും പാരമ്പര്യമായിട്ടും ഒക്കെ പാരമ്പര്യമായി ഉണ്ടാക്കി വെച്ചു സ്വത്ത് എന്ന് പറഞ്ഞാലും അതും ഫ്യൂഡലാണ്. ഒരുപാട് ഫ്യൂഡൽ ക്രൈംസും ക്രിമിനൽസും ഒക്കെ അവരുടെ ട്രാക്കിലുണ്ട്. അപ്പോൾ അത്തരം ഒരു പണം കൊണ്ട് മാത്രം ഒരു പാർട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം 2 ഓപ്ഷൻ വളരെ കൃത്യമായി കളിക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം മുസ്ലിം ലീഗ് ഉന്നയിച്ച സാമുദായിക പ്രശ്നം, മലപ്പുറം ജില്ലയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മുസ്ലിം ലീഗ് നേരത്തെ ഉന്നയിച്ചതാണ്. ആ ഉന്നയിച്ചത് തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മലപ്പുറത്തിൻ്റെ ഒരു മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് അദ്ദേഹം വല്ലാതെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കള്ളക്കടത്തുകാരുടെ പോലും മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി മുസ്ലിം ലീഗിനേക്കാളും വലിയ ഒരു മുസ്ലിം ചാമ്പ്യനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകാനാണ് ഇന്നലത്തെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ അൻവറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവന്ന് ഇനിയുള്ള കാലം ഒരു സമുദായ നേതാവാക്കി, യഥാർത്ഥത്തിൽ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം. സെക്കുലറായിരുന്ന ഒരു പാരമ്പര്യം ആ കുടുംബത്തിനുണ്ട്. PV ഷൗക്കത്തിലേക്കായാലും PV മുഹമ്മദാജിക്കായാലും ഒക്കെ ആ ഒരു പാരമ്പര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന പാരമ്പര്യത്തിന് വിരുദ്ധമായിരിക്കും അത് മുസ്ലിം ലീഗിലേക്ക് ചേരാൻ. പക്ഷേ മുസ്ലിം ലീഗ് അങ്ങനെ ശ്രമിച്ചാൽ പോലും അൻവറിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനകത്തു പോലും ഉള്ള മുസ്ലിം സാമുദായിക വോട്ടുകളും CPM-നകത്തും ഇടതുപക്ഷത്തിനകത്തുമുള്ള സാമുദായികവൽക്കരിക്കപ്പെട്ട വോട്ടുകളും എല്ലാം ചേർത്തിട്ട് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകുമോ എന്നൊരു ആശങ്കയും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നത്തെ പ്രസ്താവനകൾ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് സോഫ്റ്റാണ്. എല്ലാവരും, രമേശ് ചെന്നിത്തല തൊട്ട് എല്ലാവരും തന്നെ സോഫ്റ്റ്. എന്തായാലും പക്ഷേ നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ എന്ത് നടപടിയാണ്
അൻവറിനെതിരെ സൂര്യ തേജസ്സായ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച അൻവറിനെതിരെ ഉണ്ടാകുക എന്ന് കണ്ടറിയാം. അതിന്റെ മറ്റു വശങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഇനിയുള്ള മണിക്കൂറുകൾ സംസാരിക്കാം. ഇനിയുള്ള മണിക്കൂറുകളിൽ അത് നമുക്ക് സംസാരിക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞു നിർത്താം. ഈ മൂലധനവുമായി, അതായത് ഈ പണം, നമ്മൾ പറയില്ലേ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ മൂലധനവുമായുള്ള വീഴ്ച, വിഹിതവും അവിഹിതവുമായ വീഴ്ച CPM കൊടുക്കുന്ന പാഠം ആദ്യത്തെ അടിയാണ് അൻവർ. അത് CPM കിട്ടേണ്ടതാണ്. എന്നാൽ CPM പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ആശയവും സംഘടനയുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്തിക്കളയാം എന്ന അൻവറിൻ്റെ വ്യാമോഹം ഉണ്ടല്ലോ, അത് നാട്ടിലെ ഈ കൊച്ചു ഗുണ്ടകളോട് ഏറ്റുമുട്ടുന്നൊരു പണിയല്ല. അത് കുറച്ച് മെനക്കെടുള്ള പണിയാണ്. അൻവർ വേണ്ടാത്ത പണിക്ക് നിൽക്കാത്തതായിരുന്നു നന്നായിരുന്നത്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.